നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 23-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകൾക്ക് നൽകിയിരുന്ന സൗജന്യ കെ ഫോൺ സേവനം നിർത്തലാക്കി. ഇനി ബില്ല് അടയ്ക്കുന്നവർക്ക് മാത്രമേ ഇന്റർനെറ്റ് സേവനം നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് കെ ഫോൺ ഇമെയിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 6000 സ്കൂളുകളിലാണ് കെ ഫോൺ സേവനം നൽകുന്നത്. ഒരു ഓഫീസിനും ഇനി മുതൽ സൗജന്യമില്ല എന്നാണ് കെ ഫോൺ അറിയിക്കുന്നത്. 2018 മുതൽ കെ ഫോൺ സേവനം ലഭിച്ചു തുടങ്ങിയത്. കെ ഫോൺ ആവശ്യമെങ്കിൽ അറിയിക്കണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശവും നൽകി. സംസ്ഥാനത്ത് എല്ലാവർക്കും കുറഞ്ഞ ചെലവിലും ഗുണമേന്മയുള്ളതുമായ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ സർക്കാർ ഈ ഒരു കെ ഫോൺ സംവിധാനം കൊണ്ടുവന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകലും പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. IT വകുപ്പിന് കീഴിൽ KSEB, KSITIL എന്നിവർ ചേർന്നാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, IT പാർക്കുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ കെ ഫോൺ വഴി ഇതിനകം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനവുമാണ് കേരളം. ഈ ഒരു സേവനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നത്. ഇനി പണം സ്വന്തം നിലയ്ക്ക് സ്കൂളുകൾ കണ്ടെത്തി അടയ്ക്കേണ്ടി വരും. സർക്കാർ ഇതിലേക്ക് പണം നൽകില്ല എന്നുള്ള അറിയിപ്പാണ് പുറത്തു വരുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് നാളെ KSU വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തെരുവിൽ വലിച്ചിഴച്ചതിലും വിഷയത്തിൽ പ്രതിഷേധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MPമാരെ പോലീസ് കയ്യേറ്റം ചെയ്തതിലും പ്രതിഷേധിച്ചാണ് KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ക്ലാസുകൾ ബഹിഷ്കരിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചും രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് പിന്തുണ നൽകണമെന്ന് KSU അഭ്യർത്ഥിച്ചു. ബന്ദിനോടനുബന്ധിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, രാജ്യത്തെ LPG വിതരണ സംവിധാനം മാറുന്നു. രാജ്യത്ത് ആദ്യമായി വൻ വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. LPG സിലിണ്ടറുകൾ ഇനി മുതൽ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് വഴി ഉപഭോക്താക്കളുടെ വാതിൽ പടിയിലെത്തും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും സ്വിഗ്ഗിയും തമ്മിലുള്ള ഈ ഒരു പുതിയ കരാർ ഇ-കോമേഴ്സ് രംഗത്ത് LPG വിതരണം ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണ്. തുടക്കത്തിൽ ബംഗളൂരുവിലാണ് ഈ ഒരു സേവനം ആരംഭിക്കുന്നത്. HPCL പുതുതായി പുറത്തിറക്കിയ 10 കിലോഗ്രാം ഭാരമുള്ള HP നവ്യ സിലിണ്ടറുകളും 5 കിലോഗ്രാം സിലിണ്ടറുകളുമാണ് ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്യാനാവുക. നിലവിൽ ഗാർഹിക LPG കണക്ഷൻ ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താം. ജോലി സംബന്ധമായും പഠനത്തിനായും താമസ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ചെറിയ കുടുംബങ്ങൾക്കും ഏറെ സഹായകരമാകുന്ന ഒരു ഫ്ലെക്സിബിൾ ഓപ്ഷനായാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ഓർഡർ ചെയ്യാം. ആദ്യമായി വാങ്ങുന്നവർക്ക് ഇത് പുതിയ സിലിണ്ടർ പർച്ചേസ് ആയിട്ടായിരിക്കും ലഭിക്കുക. തുടർന്ന് റീഫിൽ ആവശ്യങ്ങൾക്കായി ഡെലിവറി സമയത്ത് ഒഴിഞ്ഞ സിലിണ്ടർ തിരികെ നൽകിയാൽ മതിയാകും. HPCLന്റെ അംഗീകൃത ഡിസ്ട്രിബ്യൂട്ടർ ശൃംഖല വഴിയാണ് വിതരണം നടക്കുക എന്നും പരിശീലനം ലഭിച്ച ജീവനക്കാർ തന്നെയായിരിക്കും സിലിണ്ടറുകൾ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുകയെന്നും അധികൃതർ അറിയിച്ചു. ആദ്യത്തെ ഓർഡറിന് ഉപഭോക്താക്കൾ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കേണ്ടത് നിർബന്ധമാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.